സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ഒടുവിലെ കണക്കുകൾ പ്രകാരം 78% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അവസാന കണക്കുകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജാണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒടുവിലെ കണക്കുകൾ പ്രകാരം 78% പോളിംഗ് ഉണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം മറികടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 76% നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ് എങ്കിൽ ഇത്തവണ അതും മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 78% നിലവിൽ. 78.21% നിലവിലെ വിവരങ്ങൾ പ്രകാരം നമുക്ക് ലഭിക്കുന്നത്. ഇനിയും അത് അപ്ഡേറ്റഡ് ആവും. കാരണം ഇനിയും പല ബൂത്തുകളിലും സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ 6 മണിക്ക് വോട്ടെടുപ്പ് സമയം അവസാനിച്ചപ്പോഴും നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർക്ക് എല്ലാവർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ബൂത്തുകളിലും ഇപ്പോഴും ആളുകൾ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും എത്രയാണെന്നുള്ള കാര്യത്തിൽ. ഏതായാലും 80% പോളിംഗ് പോകും, അല്ലെങ്കിൽ 80% മുകളിലേക്ക് പോളിംഗ് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും 3 ജില്ലകളിൽ, അത് പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ്. 2 ജില്ലകളിൽ ഇതിനോടകം തന്നെ 80% പോളിംഗ് കടന്നു എന്നുള്ളതാണ്. പാലക്കാട് 80.56%. അതുപോലെ തന്നെ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത്. 81.31% പോളിംഗ്. അത് തൊട്ട് 3-ാം സ്ഥാനത്ത് എറണാകുളം ജില്ലയാണ്. അവിടെ 79% ആണ് പോളിംഗ്. അത്തരത്തിൽ പോളിംഗ് ശതമാനം 2 ജില്ലകൾ ഇതിനോടകം തന്നെ 80 കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില 28ഓളം മണ്ഡലങ്ങളിൽ 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ കണക്കും 80% മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഏതായാലും റെക്കോർഡ് പോളിംഗ് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉടൻ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ കണക്ക് ഒരുപക്ഷെ നാളെ രാവിലത്തേക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും ഈ നിലവിലെ വിവരം, അല്ലെങ്കിൽ നിലവിലെ ഒരു ഇതനുസരിച്ചുള്ള കണക്ക് ഉടൻ തന്നെ പുറത്തേക്ക് വരും. ഏതായാലും ഈ ബൂത്തുകളിൽ ചില ബൂത്തുകളിലൊക്കെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ട് വൈകിയാണ് പൂർത്തിയായത്. അതിൻ്റെ വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള വൈകൽ ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ 78.22% കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ പോളിംഗ് ശതമാനം ഉയർന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും രാവിലെ മുതലൊക്കെ നമ്മൾ കണ്ട കാഴ്ച അങ്ങനെ തന്നെയായിരുന്നു. വലിയ ആവേശത്തോടെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എല്ലാ ബൂത്തുകളിലും രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചില ബൂത്തുകളിലൊക്കെ ചില തിരക്ക് കുറഞ്ഞു. അത് ഈ വെയിലൊക്കെ ആയതുകൊണ്ട് കുറഞ്ഞത് ഒഴിച്ചു നിർത്തിയാലൊക്കെ ബൂത്തുകളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് 6 മണിക്ക് പോളിംഗ് സമയം അവസാനിപ്പിച്ചപ്പോഴും വലിയ നിര എന്നുള്ളതാണ്. സാധാരണ നിലയിൽ 5-10 പേരെല്ലാം വലിയ നിര തന്നെയാണ് പല ബൂത്തുകളിലും ഉണ്ടായിരുന്നത്. അവരെല്ലാവരും വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സമയമൊക്കെ ഉണ്ട്. ഏതായാലും വലിയ ആവേശത്തോടെ ഉള്ള ഈ പോളിംഗ് ശതമാനത്തെ, ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തെ വളരെ ആവേശത്തോടെ, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെയൊക്കെയാണ് എല്ലാവരും കാണുന്നത്. LDF ആണെങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് ഉള്ള ജനങ്ങളുടെ അംഗീകാരമാണ് ഈ വോട്ടെടുപ്പ്, അല്ലെങ്കിൽ ഈ പോളിംഗ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതേസമയം LDF, UDF ഇതൊരു മാറ്റത്തിനുള്ള ആളുകളുടെ ഒരു ആവശ്യം, അവരുടെ ഏറ്റവും വലിയ ആവശ്യം, അതിൻ്റെ പ്രതിഫലനമാണ് കാണുന്നതെന്ന് UDFും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കൂടുതൽ ഉയരത്തിലേക്ക് പോളിംഗ് ശതമാനം 80% മുകളിലേക്ക് പോളിംഗ് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഇതിനോടകം തന്നെ പോളിംഗ് 80% മുകളിലേക്ക് കടന്നിട്ടുണ്ട്. മിക്കവാറും പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് പോളിംഗ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ 70% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ മികച്ച പോളിംഗ് ആണ്. ഏറ്റവും കുറഞ്ഞത് 77%, 78% ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 77.41%. എറണാകുളത്തത് 79.77%. ഇടുക്കിയിൽ 77.15%. കണ്ണൂർ 78.51%. കാസർഗോഡ് 79.6%. കൊല്ലത്തത് 76.28%. കോട്ടയത്ത് 74.60%. കോഴിക്കോട് 81.31%. മലപ്പുറത്ത് 79.74%. പാലക്കാട് 80.
56. പത്തനംതിട്ടയാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ 70% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 77.05%, തൃശ്ശൂരിൽ 77.10%, വയനാട്ടിൽ 78.81% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ കുറവാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒടുവിലെ കണക്കുകളൊക്കെ പ്രകാരം 78%-ലേറെ പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഈ ഒരു പോളിംഗ് ശതമാനം ഇനിയും കൂടാനാണ് സാധ്യതയുള്ളത്. എന്തായാലും അവസാന കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. എന്തായാലും 2021-ലെ പോളിംഗ് ശതമാനത്തേക്കാൾ കൂടുതലാണ് നിലവിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഒടുവിലെ കണക്കുകൾ പ്രകാരം 78%-ലേറെ പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.